എൻ്റെ പേര് ആർച്ച. ഞാൻ നിതിൻ്റെ ക്ലാസ്മേറ്റാണ്. ഫസ്റ്റ് ഇയർ BDS സ്റ്റുഡൻ്റാണ് അഞ്ചലികണ്ടി ദന്തൽ കോളേജിലെ. പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. റാം സാറിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സത്യമാണ്. അവൻ്റെ പേപ്പർ എല്ലാവരും മുമ്പിൽ വെച്ച് ഓരോ കുട്ടികളായിട്ട് കൊടുത്ത് വായിപ്പിച്ച് അവനെ നല്ല രീതിക്ക് ഹറാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനെ മാത്രമല്ല, ക്ലാസ്സിനെ ഫുൾ ബോഡി ഷെയിം ചെയ്യാറുണ്ട്. എന്നെ ഫാറ്റി ഗേൾ എന്ന് വിളിക്കാറുണ്ട്. നിറം കുറവാണെങ്കിൽ കറുത്തിട്ടാണ് പറയാറുണ്ട്. ഇച്ചിരി നിറം കൂടിയ കുട്ടിയാണെങ്കിൽ യു ലുക്ക് ലൈക്ക് സിൻഡ്രല്ല എന്നും പറയാറുണ്ട്. നമ്മളെയൊക്കെ അപ്പോൾ അങ്ങ് അടിച്ച് താത്ത സംസാരിക്കുന്നത്. ഇപ്പം ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞതിന് ശേഷം സീനിയേഴ്സ് നമ്മളോട് പറയുന്നുണ്ട് അവർ ഇങ്ങനെ ഒരു ട്രോമ കടന്നിട്ട് വന്നേ, അവരും സൂയിസൈഡ് അറ്റം വരെ എത്തിയിട്ടുണ്ട്. ഇതിന് മുന്നേ നമ്മളിട്ട് പറഞ്ഞു റാമെന്ന് പറഞ്ഞ സാറുണ്ട്, എല്ലാവരും നോക്കുക, സാർ എന്താണ് പറഞ്ഞത് അത് ചെയ്യുക, സാർ അറ്റൻഡൻസ് കളയും. അതാണ് നമ്മൾ എത്രയും പേടി. അറ്റൻഡൻസ് ഇല്ലെങ്കിൽ എക്സാം പോലും എഴുതാൻ പറ്റത്തില്ല. ക്ലാസ്സിൽ കയറി അന്നത്തെ ദിവസം കളയും, പിറ്റേ ദിവസം കളയും, ഒരു മാസത്തെ വേണമെങ്കിലും അങ്ങനെ കളയും. അത് പേടിച്ചിട്ടാണ് ക്ലാസ്സിൽ പോകണേ. ക്ലാസ്സിൽ പോകുമ്പോൾ തന്നെ പറയും നിങ്ങളൊന്നും പഠിപ്പിക്കത്തൊന്നുമില്ല, മതപരമായ കാര്യങ്ങളും ബോഡി ഷേമിങ്ങും മാത്രം. 1 മണിക്കൂർ ക്ലാസ് എങ്കിൽ 55 മിനിറ്റും അത് മാത്രമേ പറയത്തുള്ളൂ. 5 മിനിറ്റ് മാത്രം ക്ലാസ് എടുത്തിട്ട് പോകും. ക്ലാസ് എടുത്തിട്ട് പോയി ഒന്നും പഠിപ്പിക്കാറില്ല. അങ്ങനെ പിറ്റേ ദിവസം വരുമ്പോൾ ടെക്സ്റ്റ് വായിച്ചാൽ ചോദിക്കും, പഠിപ്പിച്ചാലേ ടെക്സ്റ്റ് വായിക്കാൻ പറ്റത്തുള്ളൂ. അത് വായിച്ചില്ലെങ്കിൽ പറയും എല്ലാവരും ഇറങ്ങിപ്പോയിക്കോ, നിങ്ങൾക്ക് 3 മാസത്തെ അറ്റൻഡൻസ് ഇല്ല എന്ന് പറയും. അറ്റൻഡൻസ് ഇല്ലെങ്കിൽ എക്സാം പോലും എഴുതാൻ പറ്റത്തില്ല. എന്ത് പറഞ്ഞാലും ഒന്ന് പറഞ്ഞ് രണ്ടിന് അറ്റൻഡൻസാണ് കളയുന്നത്. അവനെ നന്നായിട്ട് ഹറാസ് ചെയ്യുന്ന അവൻ ടാർഗറ്റായിരുന്നു സാറിൻ്റെ. ക്ലാസ്സിൽ വെച്ച് അവനോട് മീറ്റിങ്ങിന് എന്താ വരാത്തേ ചോദിച്ചു പാരൻസ്. അപ്പോൾ പറഞ്ഞു അമ്മയ്ക്ക് വയ്യ, സർജറി കഴിഞ്ഞിട്ടേ ഉള്ളൂ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇനി അമ്മയ്ക്ക് കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ, വരാൻ പറ്റത്തില്ലേ ചോദിച്ചു. അങ്ങനെ അവനോട് എന്തോ പറഞ്ഞു, എന്നാൽ നിൻ്റെ ഓർഗനും കൂടെ നീ കളഞ്ഞോ എന്നുള്ള രീതിയിലൊക്കെ അവനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ക്ലാസ്സിലിരിക്കുന്ന കുട്ടിയെ വേറെ കുട്ടി കൊണ്ട് അടിപ്പിക്കുക, അടിച്ച് ശരിയായില്ലെങ്കിൽ ചോദിക്കും നീ എന്താ ട്രാൻസ്ജെൻഡർ ആണോ, ഗേ ആണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. നമുക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല അവിടെ. ഞങ്ങൾക്കിപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. പേടിച്ചിട്ടാണ് കംപ്ലയിൻറ്റ് ചെയ്യാത്തത്. ചെയ്യുമ്പോൾ പിന്നെ സാർ അറിഞ്ഞിട്ട് എന്താ ഇനി പറയാൻ പോകുന്നത്, ഇനി നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ എക്സാം തോൽപ്പിക്കും, 5.5 വർഷത്തെ കോഴ്സ് 10 വർഷം 12 വർഷം ഇരിക്കേണ്ടി വരും. ആ ഒരു ടെൻഷൻ കാരണം ആരും ഒന്നും ചെയ്യാറില്ല. സാറിന് സസ്പെൻഷൻ എന്തോ കഴിഞ്ഞ വർഷം എന്തോ കിട്ടിയിട്ടുണ്ടായെന്ന് പറഞ്ഞു. സാറ് ക്ലാസ്സിലും പറയാറുണ്ട് എനിക്ക് സസ്പെൻഷൻ കിട്ടിയാലോ ഒന്നുമില്ല, അതിനെക്കാട്ടി ഞാൻ ഊർജ്ജത്തോടെ ഞാൻ ക്ലാസ്സിൽ വരും, നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തോ, എന്താണെന്ന് വെച്ചാൽ കംപ്ലയിൻറ്റ് ചെയ്തോ, എനിക്ക് കുഴപ്പമില്ല. ക്ലാസ്സിൽ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ട്, എല്ലാം സത്യമാണ്. ആ കുട്ടി പറഞ്ഞതൊക്കെ സത്യമാണ്, ഇതിലൊന്നും കള്ളത്തരം ഒന്നുമില്ല. ഞങ്ങൾ നേരത്തെ കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എത്രത്തോളം അത് എത്തേണ്ടവരിൽ എത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ സീനിയറാണ്, അപ്പോൾ ഞങ്ങൾ കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ആദ്യത്തെ സംഭവം അല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ബാച്ച്മേറ്റിൽ നിന്ന് സംസാരിച്ച ഷാലോം അവരുടെ ബാച്ചൊക്കെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടില്ല. എൻ്റെ പേര് കീർത്തി, ഞാൻ ഇപ്പോൾ ഫൈനൽ ഇയർ. വിദ്യാർത്ഥികൾ വരാത്ത സാഹചര്യം ക്ലാസ്സിൽ തന്നെ എല്ലാവർക്കും ഒരു ഷോക്കായിരുന്നു. ഇതാരും ഒന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ നിതിൻ വീണു എന്ന് മാത്രമേ അറിഞ്ഞു. അപ്പോൾ എല്ലാവരും ഫുഡും കാണിട്ട് എല്ലാവരും ഓടിയപ്പം അവിടെ ഫുൾ എന്താണെന്നറിയില്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം, ടീച്ചേഴ്സ് ഓട്ടം, സാറന്മാരോട്ടം, എല്ലാവരും എന്താണെന്നറിയില്ല, എല്ലാവരും ഷോക്കായി, ഇപ്പോൾ തളർന്നു പോയി. മരിച്ചെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരേപോലെയായിരുന്നു. എല്ലാവരും അങ്ങ് എന്താ പറയണ്ടേന്ന് അറിയില്ല, ആരും പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യമായിപ്പോയി. നമുക്ക് എല്ലാവർക്കും ഇങ്ങോട്ട് വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ വന്ന് മാനസികാവസ്ഥ ശരിയല്ല. ഞാൻ പോലും ഇന്നലത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല, നമുക്ക് കഴിക്കാൻ പോലും പറ്റുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇനി ഇപ്പോൾ ഇത് പറഞ്ഞിട്ട് എൻ്റെ ജീവിതം എന്താവുന്ന പോലും എനിക്കറിയില്ല. പക്ഷെ എനിക്കിത് പറയണം, എനിക്ക് രാത്രി ഉറങ്ങാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല ഇത് പറയാണ്ടിരുന്നിട്ട്. നിതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനെന്ന് എപ്പോഴും പറയുന്നത് അവൻ. എൻ്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇങ്ങോട്ട് വന്നേ, വീട്ടിലേക്ക് നമ്മൾ വന്നേ. അപ്പം ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്, ഇങ്ങനെ സാറിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്, അല്ല വേറെ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. നമ്മൾ കാഷ്വാലിറ്റി ഇന്നപ്പോൾ പേഷ്യൻസ് പറയുന്നുണ്ടായിരുന്നു അവൻ ആ മോളിൽ നിന്ന് ചാടുന്ന കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പം പെട്ടെന്നായിരുന്നു എല്ലാം എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ വേറെ ടോക്കൊന്നും അതിനെ പറ്റി വന്നിട്ടില്ല. ഇന്നത്തെ ദിവസം നിതിനുമായിട്ട് സംസാരിച്ചിരുന്നു? ഇല്ല, അന്ന് ക്ലാസ്സിൽ നിതിൻ വന്നിട്ടില്ലായിരുന്നു. നമുക്ക് 1 മണിക്കൂറേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അവൻ B ബാച്ചാണ്, ഞാൻ A ബാച്ചിൻ്റെ എന്തെങ്കിലും ലാബ് ഉണ്ടായിരുന്നു, ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷേ B ബാച്ചിന് അന്നത്തെ ദിവസം ക്ലാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ക്ലാസ്സിൽ വന്നിട്ടില്ലായിരുന്നു. നമുക്ക് 2 മണിയുടെ ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് കണ്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഏതോ 2 കുട്ടികളെന്തോ നിതിനെ കണ്ടു എന്ന് പറയുന്നു, പക്ഷേ ബാക്കി ആരും കണ്ടിട്ടില്ല. എന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് എടുത്തപ്പോഴാണ് ഇത് അറിയുന്നത്. അപ്പോഴേ തന്നെ എല്ലാവരും പോയി.